أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനതകൾ കണ്ടെത്താൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ കണ്ണുകൾ അയച്ചാലും എത്ര പ്രാവശ്യം നമ്മൾ നോക്കിയാലും അതിൽ ഒരു ന്യൂനത പോലും കണ്ടെത്താൻ കഴിയാതെ നമ്മുടെ കണ്ണുകൾ വല്ലാത്തൊരു നിരാശയോടുകൂടെ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നുള്ളത് അതുറപ്പാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഒന്നിലും തന്നെ ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആകാശത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നിരാശ തന്നെയായിരിക്കും നമ്മുടെ ഫലം എന്നുള്ളത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആകാശത്തിലെ ഓരോ സംവിധാനങ്ങളെയും കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നു. സൂറത്തുൽ മുൽക്കിൽ വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസ്വാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ. ഈ ശൈത്വാനുകളെ എറിഞ്ഞോടിക്കാൻ വേണ്ടി, ഇബ്ലീസുകളെ, ദുഷ്ടശക്തികളെ എരിഞ്ഞു ഓടിക്കാൻ വേണ്ടിയുള്ള സംവിധാനമായി ദീപങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു, വിളക്കുകൾ, വെളിച്ചങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു എന്നത്. ഉൽക്കകളും അതുപോലെയുള്ള അവസ്ഥകളുമൊക്കെ ആകാശത്തുള്ളതായി നമുക്കറിയാം. അതിനുമപ്പുറമായി പലതരത്തിലുള്ള സംവിധാനങ്ങളും ആകാശലോകത്തുണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതുമായി. നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ ഒരു ലോകമാണത്. നമ്മൾ കാണാത്ത, നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത കാഴ്ചകൾ ഒരുപാട് ആകാശത്തിലുണ്ട്. അവർക്ക് നൽകുന്ന വേദനാജനകമായ ശിക്ഷയെക്കുറിച്ചും ഈ ഒരു ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ശിക്ഷയുടെ രൂപമായിട്ടുള്ള നരകത്തിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള, അതിനെ കളവാക്കിയിട്ടുള്ള ആളുകൾ, അവരുടെ മടക്കവും അല്ലാഹുവിലേക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവര് ആ ഒരു നരകത്തിനെ കാണുന്ന സമയത്ത്, അതിൻ്റെ ഗർജനം കേൾക്കുന്ന സമയത്തുള്ള അവസ്ഥയെക്കുറിച്ച് ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. വല്ലാത്ത കോപത്തോടു കൂടിയായിരിക്കും നരകം അലറുക എന്നുള്ളതിനെക്കുറിച്ച് തുടർന്നുള്ള ആയത്തിൽ പറയുന്നു. തകാദു തമയ്യസു മിനൽ ഗൈദ്, കോപം കൊണ്ടുള്ള നരകത്തിൻ്റെ ആ ഒരു ശബ്ദം, ഗർജനം. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ, ആ നരകത്തിലേക്ക് ഓരോ കുറ്റവാളികളും വലിച്ചെറിയപ്പെടുന്ന ആ അവസ്ഥയിൽ അതിൻ്റെ കാവൽക്കാരനായിട്ടുള്ള ആൾ അവരോട് ചോദിക്കും, അല്ലെങ്കിൽ അവർ ചോദിക്കപ്പെടും, അലം യഅതികും നദീർ, നിങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ? ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങളിലേക്ക് വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? സത്യമേതാണെന്നും സത്യമല്ലാത്ത ദുഷിച്ച മാർഗം ഏതാണെന്നും സന്മാർഗം ഏതാണെന്നും ദുർമാർഗം ഏതാണെന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ലേ എന്നവരോട് ചോദിക്കപ്പെടും. സൂറത്തുൽ മുൽക്കിലെ ഓരോ കാര്യങ്ങളും, അതിൽ ചർച്ച ചെയ്തിട്ടുള്ള ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും സന്മാർഗം കൊതിക്കുന്ന ആളുകളായി, സന്മാർഗം ആഗ്രഹിക്കുന്ന ആളുകളായി, തിന്മയിലേക്കും ദുർമാർഗത്തിലും പോവാത്ത ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.